ഉഹദ് യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്നുള്ള കിംബരന്തി പരക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന കിംബരന്തി മദീനയാകമാനം പരക്കുകയാണ്. ആ സന്ദർഭത്തിൽ പലരും പൊട്ടിക്കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന് വഫാത്തായി എന്നോ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ഉഹദിന്റെ രണാങ്കണത്തിൽ വഫാത്തായി ഷഹീദായി എന്ന കിംബരന്തി പരക്കുമ്പോ മദീനയിലേക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകാതെ രക്തസാക്ഷികളാകാതെ മടങ്ങി വരുന്ന സഹാബത്തിനെ കാണാൻ വേണ്ടിയിട്ട് അതിലെങ്ങാനും റസൂലുള്ളാഹി ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ സഹാബാക്കളും റോഡിന്റെ ഇരുഭാഗങ്ങളില്, സഹോദരിമാര് റോഡിന്റെ ഇരുഭാഗങ്ങളിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് അതിൽ ബനൂ ദീനാർ ഗോത്രക്കാരിയായ ഒരു സാധുവായ പെൺകുട്ടി അതാ വന്ന് നിൽക്കുകയാണ്. അവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിരിക്കുന്നു, അവളുടെ പിതാവ് യുദ്ധത്തിന് പോയിരിക്കുന്നു, അവളുടെ മക്കളും യുദ്ധത്തിന് പോയിരിക്കുകയാ. ആ സഹോദരി റസൂലുള്ളാഹിന്റെ തിരിച്ചുവരവ് കാണാൻ വേണ്ടിയിട്ട് മദീനയുടെ ഒരു വഴിയോരത്ത് വന്ന് ഉഹദിന്റെ ഭാഗത്തേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ രണാങ്കണത്തിൽ നിന്ന് ആദ്യത്തെ സംഘം മടങ്ങി വരികയാ. ആദ്യ സംഘം മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൽ നോക്കുന്നു, പക്ഷേ റസൂലുള്ളാഹിനെ കാണുന്നില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന ഏതോ ഒരു സഹാബി സഹോദരി കണ്ടപ്പോൾ പറഞ്ഞു, പൊന്നു പെങ്ങളെ, നിന്റെ ഭർത്താവ് ഷഹീദായി, നിന്റെ പ്രിയപ്പെട്ടവൻ ഉഹദിന്റെ രണാങ്കണത്തില് പിടഞ്ഞ് മരിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവള്, നിന്റെ ഭർത്താവ് ഷഹീദാകുമെന്ന് പറഞ്ഞപ്പോ ഈ പറയുന്ന ആളിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഈ പെണ്ണ്. അവള് വേറെ എവിടെയോ നോക്കി നിൽക്കുകയാ. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നോക്കി കണ്ണും നട്ടിരിക്കുകയാ. രണ്ടാമത്തെ സംഘം കടന്നു വന്നു. ആ സഹോദരിയുടെ ആദി കൂടുകയാണ്, നെഞ്ചിടിപ്പ് കൂടുകയാണ്. നോക്കുമ്പോ റസൂലുള്ള വരുന്നില്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി വിളിച്ചു പറഞ്ഞു, പെങ്ങളെ, നിന്റെ പൊന്നാര മോൻ ഉഹദിന്റെ രണാങ്കണത്തില് ചേതനയേറ്റ് പിടഞ്ഞു വീണു പോയി. പെങ്ങളെ, നിന്റെ പൊന്നാര മോന് ഷഹീദായി. ആ മോന് പോയെന്ന വാർത്ത കേട്ടപ്പോൾ ആ സഹോദരിക്ക് തെല്ലും കുലുക്കമില്ല. വീണ്ടും ആരെയോ പ്രതീക്ഷിച്ച് ഉഹദിലേക്ക് നോക്കി നിൽക്കുകയാ. അതാ മൂന്നാമത്തെ സംഘം കടന്നു വരികയാണ്. മൂന്നാമത്തെ സംഘം കടന്നു വന്നപ്പോ അതിലേക്ക് നോക്കിയിട്ട് ആ പെങ്ങള് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല. മൂന്നാമത്തെ സംഘം വിളിച്ചു പറയുന്നു, പെങ്ങളെ, നിന്റെ പിതാവ് മരണപ്പെട്ടു പോയി, നിന്റെ പിതാവ് മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ആ സഹോദരി ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാ. ആ സന്ദർഭത്തിൽ നാലാമത്തെ സംഘം വരികയാ. നാലാമത്തെ സംഘം വരുമ്പോൾ മണിമുട്ടേ മക്കാമയിലാണോ മന്ദാര ചെപ്പി നഴകാണോ പാടത്തെ പറവയ്ക്ക് പാലാണോ പാരിന്റെ മക്കൾ നിധിയാണോ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനരാ കടന്നു വരികയാ. ആ പെങ്ങള് സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങക്കൊരു പോറൽ പോലും വന്നിട്ടില്ലെന്നറിഞ്ഞ, ഉഹദിൽ അങ്ങക്കൊരു ബുദ്ധിമുട്ട് വന്നില്ലെന്നറിഞ്ഞ, അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും വന്നില്ലെന്നറിഞ്ഞ, വേറെ ആര് പോയാലും എനിക്ക് പ്രശ്നമില്ല നബിയേ. എന്റെ വാപ്പ പോട്ടെ, എന്റെ മകൻ പോട്ടെ, എന്റെ ഭർത്താവ് പോട്ടെ, അല്ലാഹുവിന്റെ നബിയേ അങ്ങുണ്ടല്ലോ എന്ന ചിന്തയോടെ ആ സഹോദരിക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എത്രയാ. ഇതുപോലെ എന്റെ സഹോദരിമാരെ മനസ്സിന്റെ മായാ കൊട്ടാരത്തില് മുത്തുനബിയോടുള്ള സ്നേഹമാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്റെ സഹോദരിമാര് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കോ. എന്നിട്ട് ഭർത്താവിനെ ആദരിച്ചോ, അല്ലാഹുവിനെ ആരാധിച്ചോ, പൊന്നുമക്കളെ ജീവിക്കുമ്പോ നല്ലതുപോലെ നീ വളർത്തിയെടുത്തോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ തരുന്ന സ്വർഗം നിനക്ക് കൈനീട്ടി വാങ്ങാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തലകത്തിലെ നാരിമാരിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെ മഹിളകളാകി മാറിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി
وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد കരുണക്കടലായ പടച്ചവനെ കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ സ്വലവാത്ത് സലാമുകൾ സ്വീകരിക്കണേ അല്ലാഹുവേ അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അത് കാരണമായി അല്ലാഹുവേ ഇവിടെ ഞങ്ങൾ ഒരുമിച്ചുകൂടി ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെയും ഈ നിമിഷം വരെ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹുവേ. പടച്ചവനെ പാപങ്ങൾ ചെയ്തിട്ട് നിന്റെ മുമ്പിൽ വന്ന് യാചിക്കുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾ പാപം ചെയ്തു നീ തന്ന കൈകൾ കൊണ്ട് കാലുകൊണ്ട് നാവ് കൊണ്ട് പടച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തു പോയവരാ അല്ലാഹുവേ. പടച്ചവനെ പാപം ചെയ്തിട്ടും നിന്റെ മുമ്പിൽ വന്നത് നീയല്ലാതെ മറ്റാരാ തമ്പുരാനെ ഞങ്ങൾക്ക് പാപം പുറത്തു തരാ നീയല്ലാതെ ആരാ അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കാൻ അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ തമ്പുരാനെ. മേലിൽ പാപരഹിതമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ പാപരഹിതമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഖബറിൽ കഴിയുന്ന ഞങ്ങളുടെ മുന്നോറുകൾ അല്ലാഹുവേ അതിൽ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട് പല സഹോദരിമാരുടെയും ഭർത്താക്കന്മാരുണ്ട് അല്ലാഹുവേ. പടച്ചവനെ ആ ഖബറിൽ കഴിയുന്ന ഞങ്ങളുടെ മുന്നോറുകൾ അവിടെ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല ഇരുളാണോ വെളിച്ചമാണോ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഖബർ പ്രവിശാലമാക്കണേ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. കണ്ണത്താ ദൂരത്തോളം ഖബർ വിശാലമാക്കണേ സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കണേ സ്വർഗീയ പുടവകൾ ധരിപ്പിക്കണേ സ്വർഗീയ ആഭരണങ്ങൾ ധരിപ്പിക്കണേ സ്വർഗത്തിന്റെ വാതിലുകൾ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ അവർ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം 10 മടങ്ങാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ അവർ ചെയ്ത എല്ലാ തിന്മകൾക്കും പകരമായി നന്മയാക്കണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊരു രോഗവും തരല്ല തമ്പുരാനെ അല്ലാഹുവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഭാര്യ സന്താനങ്ങള് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ഗുരുനാഥന്മാര് അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സഹായിക്കുന്നവര് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് അല്ലാഹുവേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബാദികളില് പടച്ചവനെ രോഗികളുണ്ട് മാറാ രോഗങ്ങളെ തൊട്ട് കാക്കണേ രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ. രോഗം മാറ്റണേ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ശിഫയാക്കണേ രോഗമാണെന്ന് പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞ വടക്കേക്കരയുള്ള അല്ലാഹുവേ പറവൂരുള്ള ഒരു സഹോദരി ക്യാൻസർ രോഗമാണ് അല്ലാഹുവേ. ശിഫ കൊടുക്കല്ല 2 വയസ്സ് പ്രായമുള്ള പൊന്നുമോന് കാതിന് കേൾവി ശക്തിയില്ല നാവിന് സംസാര ശേഷിയില്ല അല്ലാഹുവേ ശിഫയാക്കണേ അതുപോലെ പടച്ചവനെ രോഗങ്ങളാണ് ദുആരക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. ശിഫയാക്കണേ ശിഫയാക്കണേ അല്ലാഹുവേ. പടച്ചവനെ താങ്ങാവുന്നതിലപ്പുറം രോഗം ഞങ്ങൾക്ക് തരല്ല തമ്പുരാനെ അല്ലാഹുവേ. ക്യാൻസർ പോലെ ട്യൂമർ പോലെ പ്രഷർ പോലെ ഷുഗർ പോലെ അൽഷിമേഴ്സ് പോലെ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് കീറി മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ ഇയാളൊന്ന് മരിച്ചാ മരിയുന്ന ബന്ധുമിത്രാദികൾ പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ തള്ളി പറയുന്ന രീതിയിൽ വൃത്തികെട്ട അറയ്ക്കുന്ന വെറുക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റോഡിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളെ ആരെയും നീ വെട്ടിക്കീറി കുത്തിത്തച്ച് മോർച്ചറിയിൽ വെക്കേണ്ട മരണം തരല്ലേ അല്ലാഹുവേ. പൊതുദർശനത്തിന് വെക്കുമ്പോൾ പന്നിക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് മറ്റുള്ളവരെ കാണിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ ഒരുപാട് കടം നിങ്ങൾക്ക് തരല്ലേ ഒരു നയാ പൈസയുടെ കടം നിങ്ങൾക്ക് തരല്ല റബ്ബേ.
അല്ലാഹുവേ പടച്ചവനെ കയറി കടക്കാടമില്ലാത്തവരുണ്ട്, ജീവിതത്തിൽ അനുയോജ്യമായ ഒരു വീട് കൊടുക്കണേ അല്ലാ. നിറഞ്ഞിരിക്കുന്നവരുണ്ട്, അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സമ്മാനിക്കണേ അല്ലാ, സമ്മാനിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, സ്വാലിഹത്താക്കണേ റബ്ബേ. ഹാഫിലീങ്ങളും ഹാഫിലാട്ടുകളും ആലിമീങ്ങളും ആലിമാട്ടുകളുമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ പൊന്നാര മക്കളെ കുളിപ്പിച്ച കൈകൊണ്ട് അവസാനമായി കുളിപ്പിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കളെ കുഞ്ഞുടുപ്പ് ധരിപ്പിച്ച കരങ്ങൾ കൊണ്ടവരെ 3 കസന തുണിയിൽ പൊതിഞ്ഞെടുക്കേണ്ട അവസ്ഥ വരട്ടല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പൊന്നാര മക്കൾ ഓടിച്ചാടി കളിച്ച വീട്ടുമുറ്റത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കേണ്ട പൊന്നുമക്കൾക്ക് ഞങ്ങൾ നിസ്കരിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെടുമ്പോ വാപ്പാ ഉറങ്ങാതെ എഴുന്നേക്കുമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മക്കളാക്കല്ല റബ്ബേ. അവരെ കരക്കെത്തിച്ച് ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് അല്ലാഹുവേ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ യാ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈർ ചൊരിയണേ അല്ലാ. ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ മാന്യമായ ജോലി മർഗമായ ശമ്പളവും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ പെട്ടിയും തൂക്കി വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ മുമ്പിൽ പെട്ടിക്കുള്ളിലായി വരുന്നൊരവസ്ഥ വരുത്തല്ല യാ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഭർത്താവിന്റെ കടം മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, കടം മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് കടങ്ങളിലാ കടത്തിലാണ്, വിദേശത്ത് പോലും ചെറിയ ജോലിയാണുള്ളതെന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനായ അല്ലാഹുവേ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. പൊന്നുമക്കളെ ഹാഫിലീങ്ങളാക്കാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഹാഫിലീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇരുവീട്ടിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ നാട്ടിൽ ആരെല്ലാം എവിടെ നിന്നെല്ലാം എത്തിയിട്ടുണ്ടോ, പറവൂരിൽ നിന്ന് വന്നവരുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ പടച്ചവനെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ടവരുണ്ട്. റഹ്മാനേ ചാപ്പാറയിൽ നിന്ന്, അതുപോലെ തളിക്കുളത്ത് നിന്ന്, സ്നേഹതീരത്ത് നിന്ന്, അതുപോലെ പടച്ചവനെ ഈ സരസിൽ ആരെല്ലാം പ്രഭാഷണം ശ്രവിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെല്ലാം എവിടെ എത്തിയോ അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ഈ സരസിൽ അങ്ങ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്നവരുണ്ട്. റഹ്മാനെ പെങ്ങാട്ടുശ്ശേരിയിൽ നിന്ന് എത്തിയവരുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ആരെല്ലാം ഈ സരസിൽ എവിടെ നിന്നെല്ലാം എത്തപ്പെട്ടോ അവിടെ ഓരോ ചുവട്ടടിക്ക് പകരമായി സ്വർഗം കൊടുക്കണേ അല്ലാ. ഗൾഫിൽ മരണപ്പെട്ടു പോയ അനസെന്ന പൊന്നുമോ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ക്ഷമ നൽകണേ തമ്പുരാനെ, ക്ഷമ നൽകണേ അല്ലാ, ക്ഷമ നൽകണേ റഹ്മാനെ. ഈ പ്രവാസനത്തിന് വേണ്ടി ഒരുക്കി കൊടുത്ത സഹോദരങ്ങൾ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് നാളെ സ്വർഗത്തിൽ ഒരു സ്ഥാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മുഹമ്മദ് മുസ്തഫ എന്ന കുട്ടി മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ബന്ധുക്കൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരു സഹോദരി, പ്രത്യേകം ക്യാൻസർ രോഗിയായ സഹോദരി ദ്വാരക്കാൻ പറഞ്ഞു അല്ലാ. ആ സഹോദരിയുടെ രോഗം വേഗം ശിഫയാക്കണേ അല്ലാ. ദീനിന്റെ മാർഗത്തിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും നീ സഹകരിക്കണേ അല്ലാ. പിണങ്ങിക്കഴിഞ്ഞവരെല്ലാം നീ ഒന്നാക്കണേ അല്ലാ. അവിടെ മനസ്സിൽ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത കൊടുത്തു അല്ലാഹുവേ അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ചോദിക്കാതെ ഈ വേദിയിൽ ഒരു സ്വർണ്ണമോതിരം നൽകിയ ആ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഒരാളെ പോലും അപകട മരണങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ അല്ലാ. മക്കളെ ഹാഫിലീങ്ങൾ ആലിമീങ്ങളാക്കണേ അല്ലാ. 6666 മനന ആയത്തുകൾ മനനം ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. അല്ലാഹുവിന് വേണ്ടി ഓടി നടന്ന സഹോദരങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അവിടെ തൊഴിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാരെ സ്വീകരിക്കണേ അല്ലാ. ഈ വേദിയിൽ ആരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയോ എല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇതിന്റെ സൗണ്ട്സ്
ആ സഹോദരനെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ, വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരും പലരും മരണപ്പെട്ട് അവിടെ അല്ലാഹുവേ അടക്കം ചെയ്യപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവശവമായി വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ നാട്ടിലെത്താൻ പോലും കഴിയാത്തവരാണ്. അല്ലാ എത്രയും വേഗം നാട്ടിലെത്തിക്കണേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിന്റെ പകലില് പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ തെറ്റ് ചെയ്തില്ല മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് പരപ്പനാഗ്രഹാരക്കാരും വഴികൾക്കുള്ളിൽ കഴിയുന്ന ബഹുമാനനായ അബ്ദുൽ നാസർ മഅദനി മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട് ഒരു കോലമായി അല്ലാഹുവേ ഭർത്താവുണ്ടാകിട്ട് വിധവയെ പോലെ കഴിയുന്ന ഭാര്യ, പിതാവുണ്ടാകിട്ട് അനാഥ മക്കളെ പോലെ കഴിയുന്ന പൊന്നുമക്കളോ, അല്ലാഹുവേ ഏത് കോടതി തള്ളി പറഞ്ഞാലോ വിശാലമായ നിന്റെ കോടതിയിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാ. മോചനം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. നിങ്ങൾ ഓരോരുത്തരെയും കബൂലാക്കണേ അല്ലാ. ഈ ദുആനെ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വലാ തുഖയ്യിബ് റജാഅനാ വലാ തറുദ്ദന അയ്ദീനാ ഖായിബീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.